ഗൈസ് മുളകൊക്കെ ആയിട്ടുണ്ട്. എവിടെ? ഉണ്ടമുളകല്ല, നീണ്ട മുളക് അല്ലേ? രണ്ട് തരം ഉണ്ട്. രണ്ട് തരം മുളകുണ്ട്. ഇതിന് നല്ലൊരു ചീരത്തൈ ഉണ്ടല്ലോ. ചീരണ്ട്, കുറേ എണ്ണത്തിൽ ചീരണ്ട്. ചീര ഞങ്ങള് മാക്സിമം പറിച്ചു. ഓക്കെ, ഇനിയും ചീര പറിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു പരിപാടി, വേറെന്തൊക്കെയൊക്കെയോ പരിപാടി ഉണ്ട്. ഓക്കെ, മുല്ലേനൊരു ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് അവിടെ മണ്ണുണ്ട്, പിന്നെ അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആണോ? എന്നാൽ ചട്ടി ഞാൻ കൊണ്ടുവരാം. ഞങ്ങൾ ചട്ടിയൊക്കെ എടുത്തു. ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, വെളിച്ചം പോയോ? വെളിച്ചം വന്നു. കണ്ടതാണ് നമ്മുടെ മുല്ല നടാനുള്ള പുതിയ ചട്ടിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടേ. കണ്ട, ഒരു കൈൻ്റെ വലിപ്പമുണ്ട്. വേറെ എന്തൊക്കെയൊക്കെയോ പരിപാടിയുണ്ട്. ഈ അബിയു പൂവിടുന്നേ ഉള്ളൂ അല്ലേ? കുറേ പൂവുണ്ട്, പക്ഷെ ഒന്നും കായാവുന്നില്ല. കായ്ച്ചോളും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കായ ഉണ്ടോയെന്നും അറിയില്ല. ഇവിടെ വെയിൽ കുറവായതുകൊണ്ടേ പെട്ടെന്ന് കായ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആൾക്ക്. ചക്കയ്ക്ക് മണം ഉണ്ടോ നോക്കുക. ഇല്ല, കഴിക്കാൻ ഇതാ പഴുക്കാനായിട്ടില്ല. ചിലപ്പോൾ ഈ ആള് ചിലപ്പോൾ പെട്ടെന്ന് പഴുക്കും, ഇയാളാവും ആദ്യം പഴുക്കുക. അത് ശരി. നമ്മുടെ മാങ്ങയൊക്കെ വലുതാവുന്നുണ്ട്. ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഒരുത്ത മഞ്ഞ നിറയും. ഇത് വീണു പോവില്ലേ? എന്നും മാങ്ങ. അമ്മ പേരക്കേൻ്റെ ആളല്ലേ? വേരക്ക എന്ന് പറഞ്ഞു വരുക. പേരക്ക. ചെരങ്ങക്ക് ഇത് കെട്ടണ്ടേ? പന്തല് കെട്ടണം. ഈ നാരങ്ങ പറിച്ചുകൂടായിരുന്നില്ലേ? പഴുത്തും തോന്നുന്നു. അതാ അത് ഇങ്ങനെ മാന്തി കൊടുക്കാനാ. അതൊക്കെ അത് തന്നെ മണ്ണൊക്കെ പോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ചിരങ്ങി ഇത് ഇവിടെ വലുതാവുന്നുണ്ട്. പന്തല് കെട്ടേണ്ട സമയമായി, അല്ലെങ്കിൽ എല്ലാം കൂടെ പേരക്കേമ്പിലേക്ക് കയറും. എന്താ അത് ഭയങ്കര വലുതാവില്ല? അത് ഭയങ്കര വലുതാവുന്ന അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ചീര ഭയങ്കര വലുതായല്ലോ. ചീര പറിക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നിരുന്ന എങ്ങനെ? ഞങ്ങൾക്ക് നടക്കണ്ടേ? മാറിക്കാണ്ട്. ഇല്ലില്ല. എന്താ ചീര കണ്ടോ? ചീരനെ പറിക്കാൻ പോവാണ്. ആരാ പറിക്കുന്നു? ചീര പറിച്ചോളൂ. അമ്മേ കടയോടുകൂടി പറക്കില്ല, അമ്മ അരിയാ ചെയ്യാ. പിന്നീട് ഒരു പ്രാവശ്യം കൂടി കുറച്ചും ചീര പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒന്ന്, ഒരു ബോംബ്, രണ്ട് ബോംബ്. ഇപ്പുറത്തെ അത് ഇതെന്തിനാ ഇങ്ങനെ വെട്ടുന്നത്? ആണോ? അതും വലുതാ. അതും കൂടി മതിയാവും നമുക്ക്. മതി. ഒരേ ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇലയൊക്കെ കണ്ടോ? ഒരു കുത്തുപോലും ഇല്ല. ഇതാണ് കേട്ടോ, നമ്മൾ തന്നെ കഴിക്കുക. ഇതാണ് നമ്മുടെ എന്തോ ഒരു പേരക്കയാണ്, ഭയങ്കര വലുതാവും. ഇത്രയൊക്കെ ആവും. കണ്ടോ, ഞങ്ങളുടെ അവക്കാഡോ ഒക്കെ ഈ വർഷം എന്താ പറയുക, നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീര പറിച്ചു. ഒന്ന് ചീരേൻ്റെ ഉപ്പേരിയോ കറിയൊക്കെ ആയിരിക്കും. പിന്നെന്താ ഇപ്പം കാണിച്ചു തരാം. ഇനിയിപ്പം മുല്ല മാറ്റി നടാനുണ്ട്. എന്ത് ചെറിയ പരിപാടിയാണ്? ഈ ചാക്കോ? ഞങ്ങൾ മാങ്ങാഞ്ചി
ഓക്കെ. നടാനുള്ള പരിപാടിയില്ല. മാങ്ങായിഞ്ചി നടാനുള്ള പരിപാടിയല്ല. എന്നിട്ട് മാങ്ങാഞ്ചി കൊണ്ടുവന്ന് അതാ ഇവിടെ ഇരിക്കണു. ഇതല്ലേ മാങ്ങാഞ്ചി? അവനെ ഞങ്ങള് അച്ചാറൊക്കെ അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനേ നല്ല അടിപൊളി സാധനമാണ്. അപ്പം എന്തായാലും ഈ സൈഡിലുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പിൽ നമ്മളങ്ങോട്ട് അവനും വളർന്നോട്ടെ എന്നുള്ള ലെവലിൽ ഇടയ്ക്ക് അച്ചാറുണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. അകത്തിപ്പൂവിനും കായയോ? കായ കണ്ട തൂങ്ങി താഴെ താഴെ മുരിങ്ങേന്റെ കായ പോലെ, പയറ് പോലെ ഉണ്ടല്ലേ? പയറ് പോലെ തോന്നുന്നു. അവിടെയൊക്കെ മേലൊക്കെ ഉണ്ട് കണ്ട. കണ്ടു. ആ മുരിങ്ങ തന്നെ അടിപൊളി, കൊള്ളാം. അത് കൊള്ളാട്ടോ. നമ്മളിടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണേ. നട്ടുള്ളൂ. ഇതിലെന്തൊക്കെയാ മിക്സ് ചെയ്തേ? ചാണകപ്പൊടി, പിന്നെ നമ്മൾ നല്ല താഴെ ചവറ്, നമ്മുടെ ചവല, നമ്മൾ ഉണക്കിയ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. കരിയിലൊക്കെ ഇട്ട് വെച്ച് നമ്മൾ മാങ്ങ ഇഞ്ചി കുഴിച്ചിടുകയാണ്. ഈ സൈഡിൽ കണ്ടോ. മാങ്ങ ഇഞ്ചി എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഇപ്പം എവിടെയും കിട്ടാറ് കുറവാണ്. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകണം കിട്ടുമെങ്കിൽ. ആണല്ലേ? ശരി. എല്ലാം കുത്തക കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞങ്ങൾ വേറൊരു ബാക്കിലൊരു യാർഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതായിരുന്നു മഞ്ഞൾ, കൂവ, കാട്ടുകൂവ, പിന്നെ ഇതും മാങ്ങ ഇഞ്ചി. അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആകുമ്പം എന്തായാലും സ്ഥലം വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം അതും കൂടെ അങ്ങോട്ട് ഇരുന്നോട്ടെ. ഇവനാണ് ഈ ചീരയൊക്കെ കേടുവരുത്തുന്നത്. ഓടറാ. ഒരു ചീരനെ മറിച്ചിട്ടു. എന്തിനാ മറിച്ചിട്ട്? വെണ്ടയ്ക്കേനെ മറിച്ചിട്ട്. അച്ഛാ, അവൻ വെണ്ടയ്ക്കാനൊക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല അടി കൊടുക്കും. അതിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. അമ്മ പിടിക്കുന്നു വിചാരിച്ചിട്ട്. ചെടി നശിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓമനത്തൊന്നുമില്ല. നല്ല അടി കൊടുക്കും. നല്ല അടി കിട്ടും. അമ്മനെ പേടിയാ, ഇനിയും പേടിയാ. ഇന്നിപ്പോൾ പേടിയൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ്റെ ലാളനയിൽ വളരുന്ന ആളാണ്. ആ ചാക്ക് കേടുവരുത്തലാണ് വേറെ ഹോബി ഇപ്പം. ആ വെള്ളച്ചാക്കിൻ്റെ അത് കണ്ട, ആ സൈഡൊക്കെ കീറിയത് ആളാ. ചെടി നനയ്ക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് നനയ്ക്കാം. ഇനി അമ്മേൻ്റെ മുല്ല നടണ്ടേ? ഇനിയിപ്പോൾ അമ്മേൻ്റെ മുല്ലപ്പൂവും കൂടി നടാനുണ്ട്. അത് നമ്മുടെ മാങ്ങായിഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിലൊരു കറ്റാർവാഴയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മുടിയഴകിൻ്റെ രഹസ്യം. ഓക്കെ. എന്നെ അങ്ങനെയൊന്നും, ഞാൻ പ്രീമിയം മെമ്പർ അല്ലേ. ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവും. അത്രയ്ക്ക് വേണ്ട. അത് സമയം ആവുന്നേ ഉള്ളൂ. ഓക്കെ. അമ്മ ചൂലും കൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ. പണ്ട് കുറെ പേര് ചോദിക്കായിരുന്നു ഞാനെന്താ വരാതെ. ശ്രീദേവി ചേച്ചിയൊക്കെ ചോദിക്കായിരുന്നു. ശ്രീദേവി ചേച്ചിക്ക് മനസ്സിലായി ഇവൻ വരാൻ പോണില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ വരും, സമയമായിട്ടില്ല. എന്താ കാണിച്ചേ? ഒരു പുഴുശല്യം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ ഇത് നമ്മൾ കാണാണ്ട് വന്നിട്ട് തിന്നു പോവാണ് രാവിലെ. എന്താ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട്. എന്തത്? ചാമ്പയ്ക്കേൻ്റെ കായല്ലേ. ഞങ്ങളിതിൻ്റെ ഇടയിൽ വീഡിയോ കാണിക്കാനായിട്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ പറിച്ച് തിന്നും. വലുതാവുന്നുണ്ട്. കുറേ എണ്ണം കവറൊക്കെ ഇട്ട് വെച്ച്. എന്താമ്മ? ആദ്യം കണ്ടതൊക്കെ പഴുത്തു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറിച്ച് തിന്നും. പിന്നെ എന്നും അതിനെ കാണിക്കണത് മോശമല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളത് കാണിക്കാറില്ല. എന്താ? ഇല്ല, മുല്ല കൊണ്ടുവന്നിട്ടില്ല. അതാ അച്ഛൻ ഇപ്പം എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ കണ്ട് പൊച്ചു. ഓക്കെ. മുല്ല കുഴിച്ചിടാനുണ്ട്. മുല്ല വരുന്നുണ്ട്. കുഞ്ഞു മുല്ല അല്ലേ? ഓക്കെ. അപ്പം ഇനി അതും കൂടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ തീർന്നു. കൂടുതലല്ലേ? മേലെ ഇടാലോ? ഓക്കെ.
കുട്ടി അതെ ബാ ഓക്കെ, മമ്മീനെയും വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം മുല്ലപ്പൂ കുഴിച്ചിടാൻ പോവുകയാണ്. എന്നിട്ട് ഇത് എവിടെയാണ് വെക്കുന്നത്? സ്ഥലം കണ്ടിട്ടുണ്ടോ? ഓ അതൊക്കെ കണ്ടു. ഒന്നും വേണ്ട പോട്ടെ. ആ പൊതിക്ക് ആ കുറച്ചും കൂടി മണ്ണെടുക്കും. കൈ കൊണ്ട് എടുത്താൽ പോരെ? ഇല്ല കൈക്കോട്ട് എല്ലാം നടുക്കുന്ന കുറച്ച് ഇതിൻ്റെ മേലെ ഇവിടെ ഇട്ടോളൂ. ഈ മണ്ണ് ഇങ്ങനെ വരാറില്ല. മതി മതി മണ്ണ് കളയണ്ട. എന്താണ് ഒന്ന് ചെരിഞ്ഞ് ഒന്നിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നോക്കും. ആ ഇട്ടോളൂ. മണ്ണ് തിരിക്കുന്ന കൈ കൊണ്ട് തന്നെ കൈ കൊണ്ടോ. എന്താ പറയുക മറ്റേ നമ്മുടെ വെയിറ്റ് ഒന്നുമില്ല. അപ്പം മുല്ലപ്പൂ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ എവിടെയാണ് കുഴിച്ചിട്ടുണ്ട്? ഏത് മതിലാ? നമുക്ക് ആ മൂലയിൽ പില്ലറിൽ കൈക്ക് ഈ കാണുന്നയാ? ഇതിൻ്റെ മുകളിലാ? വിട്ടോ. ഓക്കെ, ഓക്കെ. മുല്ലപ്പൂ നട്ടു. കാറ്റത്ത് മൂല രണ്ടില് വരുമ്പോൾ തന്നെ മുല്ലപ്പൂ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ ഗൈസ്, മുല്ലപ്പൂവിനെ കുഴിച്ചിട്ടിട്ടുണ്ട്.